ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഓംനി അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഏവരും MOP പരീക്ഷയ്ക്കുള്ള അവസാന തയ്യാറെടുപ്പിലായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലായി MOPയുടെ മുൻകാല ചോദ്യപേപ്പറുകൾ, അവയുമായി ബന്ധപ്പെട്ട പാരഗ്രാഫ് നമ്പർ ഉൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഒരു അവസാനവട്ട തയ്യാറെടുപ്പെന്ന നിലയിൽ MOPയുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 100 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഓരോ ചോദ്യവും വായിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾ മനസ്സിലോർക്കുക. അതിനുശേഷം ശരി ഉത്തരവുമായി താരതമ്യം ചെയ്ത് മനസ്സിലാക്കുക. ഇപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു പ്രധാന കാര്യം, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the body of the letter follows after the dash. Option A address, option B reference, option C subject and option D number. അതായത് ബോഡി ഓഫ് ദ ലെറ്റർ ഏതിനു ശേഷമാണ് വരുന്നതെന്നാണ് ചോദ്യം. നമുക്കറിയാം ഇവിടുത്തെ ആൻസർ റെഫറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് need not be registered in the personal register. താഴെ തന്നിരിക്കുന്നവയിൽ പേഴ്സണൽ രജിസ്റ്ററിൽ പതിക്കേണ്ട ആവശ്യമില്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കാഷ്വൽ ലീവ് ആപ്ലിക്കേഷൻ, ഓപ്ഷൻ ബി ഏൺ ലീവ് ആപ്ലിക്കേഷൻ, ഓപ്ഷൻ സി ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ ആൻഡ് ഓപ്ഷൻ ഡി ആപ്ലിക്കേഷൻ ഫോർ മോട്ടോർ കൺവെയൻസ് അഡ്വാൻസ്. Here the answer is casual leave application. Next question, annual index list will be destroyed after. Annual index list എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നശിപ്പിക്കേണ്ടതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 10 years, ഓപ്ഷൻ ബി 5 years, ഓപ്ഷൻ സി 20 years ആൻഡ് ഓപ്ഷൻ ഡി 2 years. ആൻസർ നമുക്കറിയാവുന്നതാണ് 20 years. Next question, which of the following registers are to be destroyed after 3 years? താഴെ തന്നിരിക്കുന്നവയിൽ 3 വർഷത്തിന് ശേഷം നശിപ്പിക്കേണ്ട രജിസ്റ്റർ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പേഴ്സണൽ രജിസ്റ്റർ, ഓപ്ഷൻ ബി ലോക്കൽ ഡെലിവറി ബുക്ക്, ഓപ്ഷൻ സി കാൾ ബുക്ക് ആൻഡ് ഓപ്ഷൻ ഡി ആൾ ദ എബോവ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിലുള്ള 3 കാര്യങ്ങളും 3 വർഷത്തിന് ശേഷം നശിപ്പിക്കേണ്ടതാണ്. സോ ആൻസർ ആൾ ദ എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെക്കോർഡ് ഇഷ്യൂ രജിസ്റ്റർ കൺസിസ്റ്റ് ഓഫ് ഡേഷ് കോളംസ്. ഓപ്ഷൻ എ 1 to 10 കോളം, ഓപ്ഷൻ ബി 1 to 9 കോളംസ്, ഓപ്ഷൻ സി 1 to 5 കോളംസ് ആൻഡ് ഓപ്ഷൻ ഡി 1 to 3 കോളംസ്. റെക്കോർഡ് ഇഷ്യൂ രജിസ്റ്ററിലെ കോളങ്ങളുടെ എണ്ണം എത്രയെന്നാണ് ചോദ്യം. ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ആൻസർ 1 to 10 കോളംസ്. സെക്യൂരിറ്റി രജിസ്റ്റർ കൺസിസ്റ്റ് ഓഫ് ഡേഷ് കോളം. സെക്യൂരിറ്റി രജിസ്റ്ററിൽ എത്ര കോളങ്ങൾ ഉണ്ടെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1 to 5 കോളംസ്, ഓപ്ഷൻ ബി 1 to 9 കോളംസ്, ഓപ്ഷൻ സി 1 to 10 കോളംസ് ആൻഡ് ഓപ്ഷൻ ഡി 1 to 6 കോളംസ്. Here the answer 1 to 9 columns. Next question, distribution register contains dash columns. ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിലെ കോളങ്ങളുടെ എണ്ണം എത്രയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1 to 12 കോളംസ്, ഓപ്ഷൻ ബി 1 to 5 കോളംസ്, ഓപ്ഷൻ സി 1 to 7 കോളംസ് ആൻഡ് ഓപ്ഷൻ ഡി 1 to 10 കോളംസ്. നമുക്കറിയാം ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിലെ കോളങ്ങളുടെ എണ്ണം 1 to 5 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the head of the office inspecting the record room should verify dash. റെക്കോർഡ് റൂം പരിശോധിക്കുന്ന ഓഫീസ് മേധാവി എന്തൊക്കെ വെരിഫൈ ചെയ്യണമെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വെദർ ദ റെക്കോർഡ് റൂം ഈസ് ഇൻ റിപ്പയർ ആൻഡ് പ്രൊട്ടക്റ്റഡ് ഫ്രം വൈറ്റ് ആൻഡ്സ്, ഓപ്ഷൻ ബി വെദർ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ഈസ് അവൈലബിൾ, ഓപ്ഷൻ സി വെദർ ദ റെക്കോർഡ്സ് ആർ വെൽ അറേഞ്ച്ഡ് ആൻഡ്
kept neatly, and option D, all the above. നമുക്കറിയാം ഓപ്ഷനിൽ തന്നിരിക്കുന്ന 3 കാര്യങ്ങളും തന്നെ പരിശോധിക്കേണ്ടവയാണ്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി, ആൾ ദ എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കസ്റ്റോഡിയൻ ഓഫ് ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്റർ ഫോർ ടൈപ്പിസ്റ്റ് ഈസ്. ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്ററിൻ്റെ കസ്റ്റോഡിയൻ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഫെയർ കോപ്പി സൂപ്രണ്ട്. ഓപ്ഷൻ ബി, ദ സെക്ഷൻ ക്ലർക്ക്. ഓപ്ഷൻ സി, ദ ഡിസ്പാച്ച് ക്ലർക്ക്. ആൻഡ് ഓപ്ഷൻ ഡി, ദ ടൈപ്പിസ്റ്റ്. ആൻസർ നമുക്കറിയാം, ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്ററിൻ്റെ കസ്റ്റോഡിയൻ ടൈപ്പിസ്റ്റ് ആണ്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി, ദ ടൈപ്പിസ്റ്റ്. Next question, rules to be observed in fair copying are. Option A, verify whether the draft has been approved by competent authority. Option B, ascertain the number of copies required. Option C, should be typed on both sides of the paper. And option D, all the above. ഫെയർ കോപ്പിയിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ചട്ടങ്ങൾ എന്തൊക്കെയെന്നാണ് ചോദ്യം. ഇവിടെയും തന്നിരിക്കുന്ന ആദ്യത്തെ 3 ഓപ്ഷൻസും ഫെയർ കോപ്പിയിങ്ങുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട കാര്യങ്ങളാണ്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി, ആൾ ദ എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറസ്പോണ്ടൻസ് ഡയറക്ട്ലി ടു ഗവൺമെൻറ് ഒൺലി ത്രൂ ഡാഷ്. ഗവൺമെൻറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആര് മുഖാന്തരമേ നടത്താവൂ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, സെക്രട്ടറി. ഓപ്ഷൻ ബി, regional officers. Option C, head of departments. And option D, joint directors. നമുക്കറിയാം ഗവൺമെൻറ്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് മുഖേനയാണ്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ സി, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെമ്മോറാണ്ടം ഫോം ഓഫ് കറസ്പോണ്ടൻസ് ക്യാൻ ബി സൈൻഡ് ബൈ ഡാഷ്. മെമ്മോറാണ്ടത്തിൽ ആരാണ് സൈൻ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ദ മാനേജർ. ഓപ്ഷൻ ബി, സെക്ഷൻ സൂപ്രണ്ട്. ഓപ്ഷൻ സി, ഫെയർ കോപ്പി സൂപ്രണ്ട്. ആൻഡ് ഓപ്ഷൻ ഡി, ഹെഡ് ക്ലർക്ക്. നമുക്കറിയാം ബന്ധപ്പെട്ട സെക്ഷൻ സൂപ്രണ്ടാണ് മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്യേണ്ടത്. സോ ആൻസർ ഓപ്ഷൻ ബി, സെക്ഷൻ സൂപ്രണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, form of correspondence to the vice chancellor or registrar of university should be dash. ഒരു യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറുമായോ വൈസ് ചാൻസലറുമായോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഏത് ഫോം ഓഫ് കറസ്പോണ്ടൻസ് മുഖേന എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഡെമി ഒഫീഷ്യൽ. ഓപ്ഷൻ ബി, മെമ്മോറാണ്ടം. ഓപ്ഷൻ സി, ലെറ്റർ. ആൻഡ് ഓപ്ഷൻ ഡി, പ്രൊസീഡിങ്സ്. ആൻസർ ഓപ്ഷൻ സി, ലെറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് ആൻഡ് ഡിസ്പോസൽസ് ആർ ദോസ് ദാറ്റ് ആർ ടു ബി ഡേഷ്ഡ്. എക്സ് ആൻഡ് ഡിസ്പോസൽ എന്താണ് എന്നത് സംബന്ധിച്ചാണ് ചോദ്യം. ഓപ്ഷൻ എ, ഡെസ്ട്രോയിഡ് ആഫ്റ്റർ 1 year. ഓപ്ഷൻ ബി, ഡെസ്ട്രോയിഡ് ആഫ്റ്റർ 3 years. ഓപ്ഷൻ സി, ഡു നോട്ട് രജിസ്റ്റർ ബട്ട് ലോഡ്സ്. ഓപ്ഷൻ ഡി, ഡു നോട്ട് രജിസ്റ്റർ ബട്ട് റിട്ടേൺ ഇൻ ഒറിജിനൽ. ആൻസർ നമുക്കറിയാം ഓപ്ഷൻ ഡി, ഡു നോട്ട് രജിസ്റ്റർ ബട്ട് റിട്ടേൺ ഇൻ ഒറിജിനൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ഡിസ്പോസൽസ് ആർ ദോസ് ദാറ്റ് ആർ ടു ബി ഡെസ്ട്രോയിഡ് ആഫ്റ്റർ ഡേഷ് ഇയേഴ്സ്. ആർ ഡിസ്പോസൽസ് എന്നത് എത്ര വർഷത്തിന് ശേഷം നശിപ്പിക്കേണ്ടതെന്നാണ് ചോദ്യം. ആർ ഡിസ്പോസൽസ് നശിപ്പിക്കേണ്ടവയല്ലെന്ന് നമുക്കറിയാം. സോ ദ ആൻസർ ഓപ്ഷൻ സി, ടു ബി റീറ്റെയിൻഡ് പെർമനൻ്റ്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കാറ്റഗറി ഓഫ് പേപ്പേഴ്സ് നീഡ് നോട്ട് ബി രജിസ്റ്റേർഡ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ. താഴെ തന്നിരിക്കുന്നവയിൽ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ പതിക്കേണ്ട ആവശ്യമില്ലാത്തവ ഏതെന്നാണ് ചോദ്യം. ഹിയർ ദ ഓപ്ഷൻസ് ആർ. ഓപ്ഷൻ എ, unstamped or insufficiently stamped petitions.
Option B, purpose wrongly addressed. And option C, applications that are not in prescribed form. Last option, all the above. നമുക്കറിയാം തന്നിരിക്കുന്ന ഓപ്ഷൻസിലുള്ളവയെല്ലാം തന്നെ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ പതിക്കേണ്ട ആവശ്യമില്ലാത്തവയാണ്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി, all the above. Next question. When a case has been finally disposed of, the concerned clerk will send them together with one copy of the index slip to dash. ഒരു കേസ് അവസാന തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞാൽ കൺസേൺഡ് ക്ലർക്ക് അത് ഇൻഡെക്സ് സ്ലിപ്പിൻ്റെ ഒരു കോപ്പിയോടൊപ്പം എങ്ങോട്ട് അയച്ചു കൊടുക്കണമെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, റെക്കോർഡ് സെക്ഷൻ. ഓപ്ഷൻ ബി, dispatch section. Option C, office section. And option D, fair copy section. Here the answer, option C, office section. Next question. Who among the following officials will be responsible for any paper found pending in his section without sufficient grounds for more than 5 days? വ്യക്തമായ കാരണങ്ങളില്ലാതെ ഏതെങ്കിലും പേപ്പർ ഒരു സെക്ഷനിൽ 5 ദിവസത്തിൽ കൂടുതൽ പെൻഡിങ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കെന്നാണ് ചോദ്യം. നമുക്കറിയാം അതിൻ്റെ ഉത്തരവാദിത്വം ബന്ധപ്പെട്ട സെക്ഷൻ സൂപ്രണ്ടിനായിരിക്കും. സോ ദ ആൻസർ ഓപ്ഷൻ ബി, സെക്ഷൻ സൂപ്രണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The personal register will be destroyed after a period of dash year. ഒരു പേഴ്സണൽ രജിസ്റ്റർ എത്ര വർഷത്തെ കാലാവധിക്ക് ശേഷമാണ് നശിപ്പിച്ച് കളയേണ്ടതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 3 years, ഓപ്ഷൻ ബി 5 years, ഓപ്ഷൻ സി 1 year ആൻഡ് ഓപ്ഷൻ ഡി 2 year. Here the answer is option A, 3 years. Next question. All the members of the establishment are expected to attend office from dash daily. എസ്റ്റാബ്ലിഷ്മെൻറ്റിലെ ജീവനക്കാർ എല്ലാ ദിവസവും ഓഫീസിൽ ഉണ്ടായിരിക്കേണ്ട സമയത്തെക്കുറിച്ചാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി, 10 AM to 5 PM. Next question. Forfeiture of a day's casual leave will ordinarily be the penalty for every dash late attendance without permission. അനുവാദം കൂടാതെ താമസിച്ചെത്തുന്ന എത്ര ദിവസങ്ങൾക്കാണ് ഒരു കാഷ്വൽ ലീവ് കുറവ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ, 3 days. Next question. Grace time allowed to an employee to mark his attendance in the concerned section attendance register is. ഒരു ജീവനക്കാരന് തൻ്റെ സെക്ഷനിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഗ്രേസ് ടൈം എത്രയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 30 minutes, ഓപ്ഷൻ ബി 5 minutes, ഓപ്ഷൻ സി 10 minutes ആൻഡ് ഓപ്ഷൻ ഡി 15 minutes. നമുക്കറിയാം 10 മിനിറ്റാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഗ്രേസ് ടൈം. സോ ആൻസർ ഓപ്ഷൻ സി, 10 minutes. Next question. The name of the dash and the section clerk maintaining the personal register should be written on the flyleaf in each volume. പേഴ്സണൽ രജിസ്റ്ററിൻ്റെ ഓരോ വോള്യത്തിലും അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സെക്ഷൻ ക്ലർക്കിൻ്റെ പേരിനൊപ്പം ആരുടെ പേരുകൂടെ എഴുതി ചേർക്കണമെന്നാണ് ചോദ്യം. ആൻസർ നമുക്കറിയാം, ഓപ്ഷൻ ബി, സെക്ഷൻ സൂപ്രണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പേപ്പേഴ്സ് റിസീവ്ഡ് as തപാൽ excepting those of ephemeral character are numbered by the തപാൽ clerk in the dash. എഫിമറൽ ക്യാരക്ടേഴ്സിലുള്ള പേപ്പറുകൾ ഒഴിച്ച് ഒരു സെക്ഷനിൽ ലഭിക്കുന്ന എല്ലാ പേപ്പറുകളും തപാൽ ക്ലർക്ക് ഏത് രജിസ്റ്ററിലാണ് പതിക്കേണ്ടതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ, ഓപ്ഷൻ ബി ലോക്കൽ ഡെലിവറി ബുക്ക്, ഓപ്ഷൻ സി പേഴ്സണൽ രജിസ്റ്റർ ആൻഡ് ഓപ്ഷൻ ഡി
security register. Here the answer option A, distribution register. Next question. Official correspondence to the Kerala Public Service Commission should be addressed to the dash. കേരള പി എസ് സിക്കുള്ള ഒഫീഷ്യൽ കറസ്പോണ്ടൻസിൽ ആരെയാണ് അഡ്രസ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ചെയർമാൻ, ഓപ്ഷൻ ബി ജോയിൻറ്റ് സെക്രട്ടറി, ഓപ്ഷൻ സി സെക്രട്ടറി ആൻഡ് ഓപ്ഷൻ ഡി കൺട്രോളർ. Here the answer option C, secretary. Next question. A communication received in the office which is stamped with the number of the office is until disposal known as dash. ഒരു ഓഫീസിൽ ലഭിക്കുന്ന കമ്മ്യൂണിക്കേഷൻ അതിൽ ഓഫീസിൻ്റെ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഡിസ്പോസൽ വരെ എന്തു പറയുമെന്നാണ് ചോദ്യം. ആൻസർ നമുക്കറിയാം, ഓപ്ഷൻ സി കേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The attendance register will be laid by its custodian before the superior officer together with the dash. അറ്റൻഡൻസ് രജിസ്റ്ററിൻ്റെ കസ്റ്റോഡിയൻ അത് സുപ്പീരിയർ ഓഫീസർക്ക് മുൻപാകെ സമർപ്പിക്കുന്നത് എന്തിനോടൊപ്പം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ തപാൽ ക്ലർക്ക്, ഓപ്ഷൻ ബി ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ, ഓപ്ഷൻ സി മൂവ്മെൻറ്റ് രജിസ്റ്റർ, ഓപ്ഷൻ ഡി ഡെയിലി അറ്റൻഡൻസ് അബ്സ്ട്രാക്ട് രജിസ്റ്റർ. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഡെയിലി അറ്റൻഡൻസ് അബ്സ്ട്രാക്ട് രജിസ്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ minor division of the office consisting of a superintendent and one or more clerks. ഒരു സൂപ്രണ്ടും ഒന്നോ അതിലധികമോ ക്ലർക്കുമാരും അടങ്ങുന്ന ഒരു ഓഫീസിൻ്റെ ഒരു ചെറിയ ഡിവിഷനെ എന്തു പറയുമെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഓഫീസ് സെക്ഷൻ, ഓപ്ഷൻ ബി സെക്ഷൻ, ഓപ്ഷൻ സി സീക്രട്ട് സെക്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി സബ് ഡിവിഷൻ ഓഫീസ്. Here the answer option B, section. Next question. A paper is said to be dash when it is given current number and entered with an abstract in the personal register. ഒരു പേപ്പറിന് കറണ്ട് നമ്പർ നൽകുകയും അതിൻ്റെ സംക്ഷിപ്തം പേഴ്സണൽ രജിസ്റ്ററിൽ പതിക്കുകയും ചെയ്യുന്നതിനെ എന്തു പറയുമെന്നാണ് ചോദ്യം. Here the answer option D, registered. Next question. Thabal received in an office will be opened in the presence of dash. ഒരു ഓഫീസിൽ ലഭിക്കുന്ന തപാലുകൾ ആരുടെ പ്രസൻസിലാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ദ മാനേജർ, ഓപ്ഷൻ ബി ഓഫീസ് സൂപ്രണ്ട്, ഓപ്ഷൻ സി ദ ഹെഡ് ഓഫ് ഓഫീസ് ആൻഡ് ഓപ്ഷൻ ഡി ദ ഫെയർ കോപ്പി സൂപ്രണ്ട്. Here the answer option C, the head of office. Next question. Who among the following officers is expected to open the envelopes addressed by name and those marked secret or strictly confidential? സീക്രട്ട് എന്നോ സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ എന്നോ രേഖപ്പെടുത്തിയിട്ടുള്ളതും പേര് വച്ചിട്ടുള്ളതുമായ കവറുകൾ ആരാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ നമുക്കറിയാം, ഓപ്ഷൻ ഡി അഡ്രസ്സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് വൺ ഓഫ് ദ ഫോളോയിങ് ഓഫീസേഴ്സ് ടു ചെക്ക് ദ ആക്യുറസി ഓഫ് ദ ടൈറ്റിൽസ് വെൻ ഹി എക്സാമിൻസ് ദ പേഴ്സണൽ രജിസ്റ്റർ. പേഴ്സണൽ രജിസ്റ്റർ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ടൈറ്റിൽസിൻ്റെ കൃത്യത പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്വം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സെക്ഷൻ സൂപ്രണ്ട്, ഓപ്ഷൻ ബി ഹെഡ് ഓഫ് ദ ഓഫീസ്, ഓപ്ഷൻ സി മാനേജർ ആൻഡ് ഓപ്ഷൻ ഡി ഓഫീസ് സൂപ്രണ്ട്. ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ സെക്ഷൻ സൂപ്രണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The work of fair copying
comparing and dispatching is done in the dash. കോപ്പിയിങ്, കമ്പയറിംഗ് ആൻഡ് ഡിസ്പാച്ചിങ് ഈ വർക്കുകൾ ചെയ്യുന്നത് ഏത് സെക്ഷനിലെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഓഫീസ് സെക്ഷൻ, ഓപ്ഷൻ ബി ഫെയർ കോപ്പി സെക്ഷൻ, ഓപ്ഷൻ സി തപാൽ സെക്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി dispatch section. Here the answer option B fair copy section. Next question. The orders of dash should be taken annually for the destruction of record files. റെക്കോർഡ് ഫയലുകൾ നശിപ്പിക്കുന്നതിനായി വർഷം തോറും ആരുടെ ഉത്തരവ് നേടിയിരിക്കണമെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഹെഡ് ഓഫ് ദ ഓഫീസ്, ഓപ്ഷൻ ബി ഓഫീസ് സൂപ്രണ്ട്, ഓപ്ഷൻ സി ഹെഡ് ക്ലർക്ക് ആൻഡ് ഓപ്ഷൻ ഡി മാനേജർ. Here the answer option A head of the office. Next question. Each drafting clerk in a section will keep a remainder diary of manuscript form of dash pages. ഓരോ സെക്ഷനിലെയും ഡ്രാഫ്റ്റിംഗ് ക്ലർക്ക് സൂക്ഷിക്കേണ്ട റിമൈൻഡർ ഡയറിയുടെ പേജുകളുടെ എണ്ണം എത്രയെന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ നമുക്കറിയാം. ഓപ്ഷൻ ഡി 12. Next question. The term used to denote the process of copying and dispatching communications intended for any person or authority is dash. ഏതെങ്കിലും വ്യക്തിക്കോ അധികാരിക്കോ ഉള്ള അറിയിപ്പുകൾ പകർത്തുകയും ഡിസ്പാച്ച് ചെയ്യുകയും ചെയ്യുന്ന പ്രവൃത്തിയെ എന്തു പറയുമെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ഇഷ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോ പേപ്പർ ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ദ കോൾ ബുക്ക് അൺലെസ് നോ ആക്ഷൻ ഈസ് ഡ്യൂ ഇൻ ദ ഓഫീസ് ഫോർ എ പീരീഡ് ഓഫ് ഡേഷ്. കുറഞ്ഞത് എത്ര മാസത്തേക്ക് ഓഫീസ് നടപടികളൊന്നും ആവശ്യമില്ലാത്ത പേപ്പറുകളാണ് കോൾ ബുക്കിൽ ചേർക്കാൻ പാടില്ലാത്തത്. Here the answer option B 6 months. Next question. On receipt of the arrear list, which of the following official should compare them with the pendency as per the distribution register? അരിയർ ലിസ്റ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററുമായി കമ്പയർ ചെയ്യേണ്ടത് താഴെ തന്നിരിക്കുന്നവയിൽ ആരുടെ ഉത്തരവാദിത്വമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ദ ഓഫീസ് സൂപ്രണ്ട്, ഓപ്ഷൻ ബി ദ സെക്ഷൻ സൂപ്രണ്ട്, ഓപ്ഷൻ സി ദ ഫെയർ കോപ്പി സൂപ്രണ്ട് ആൻഡ് ഓപ്ഷൻ ഡി ദ സബ്ജക്ട് ക്ലർക്ക്. Here the answer option C fair copy superint. Next question. The instructions in note under Rule 92A1 Kerala Treasury Code Volume 1 shall be followed for dash in the case of maintaining different registers in the office. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് കേരള ട്രഷറി കോഡിൻ്റെ റൂൾ 92A ഫോളോ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഹിയർ ദ ആൻസർ ഓപ്ഷൻ ബി ക്യാഷ് ബുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കാൾ ബുക്ക് ഷോൾ ബി സബ്മിറ്റഡ് ഫോർ ഇൻസ്പെക്ഷൻ ഒൺസ് ഇൻ ഡേഷ്. എത്ര മാസത്തിലൊരിക്കലാണ് കോൾ ബുക്ക് പരിശോധനയ്ക്കായി സമർപ്പിക്കേണ്ടതെന്നാണ് ചോദ്യം. Here the answer every month. Next question. All papers marked for issue are ordinarily expected to be issued within dash of its receipt in the fair copy section. ഇഷ്യൂ ചെയ്യാനായി മാർക്ക് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് ഫെയർ കോപ്പി സെക്ഷനിൽ ലഭിച്ച് എത്ര സമയത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്തിരിക്കണമെന്നാണ് ചോദ്യം. Here the answer 24 hours. Next question. Who will prepare the consolidated arrear list for the whole office
ബീയിങ് സബ്മിറ്റഡ് ടു ദ ഹെഡ് ഓഫ് ദ ഓഫീസ് ഹെഡിന് സമർപ്പിക്കേണ്ട കൺസോളിഡേറ്റഡ് അരിയർ ലിസ്റ്റ് ആരാണ് തയ്യാറാക്കേണ്ടതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ തപാൽ ക്ലർക്ക്, ഓപ്ഷൻ ബി സെക്ഷൻ സൂപ്രണ്ട്, ഓപ്ഷൻ സി ദ സൂപ്രണ്ട് ഓഫ് ദ ഫെയർ കോപ്പി സെക്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി ദ ഹെഡ് ക്ലർക്ക്. Here the answer option C, the superintendent of the fair copy section. Next question. Papers will normally be submitted by the office within days of their receipt in office. സാധാരണഗതിയിൽ പേപ്പറുകൾ ഓഫീസിൽ കിട്ടി എത്ര ദിവസത്തിനകം ഓഫീസിൽ നിന്നും സബ്മിറ്റ് ചെയ്യണമെന്നാണ് ചോദ്യം. Here the answer 5 days. Next question. How many columns are there in the daily workload register for typist? ടൈപ്പിസ്റ്റുമാർക്കുള്ള ഡെയിലി വർക്ക്ലോഡ് രജിസ്റ്ററിലെ കോളങ്ങളുടെ എണ്ണം എത്രയെന്നാണ് ചോദ്യം. Here the answer is 8. Next question. Permanent files of important orders maintained for case of reference and which must be carefully kept up to date is called dash. റെഫറൻസിനായി മെയിൻറ്റെയിൻ ചെയ്യുന്ന പെർമനൻ്റ് ഫയലുകൾ അപ് ടു ഡേറ്റായി സൂക്ഷിക്കുന്നത് എവിടെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ റെക്കോർഡ് ഫയൽസ്, ഓപ്ഷൻ ബി സ്റ്റോക്ക് ഫയൽസ്, ഓപ്ഷൻ സി ക്ലോസ്ഡ് ഫയൽസ് ആൻഡ് ഓപ്ഷൻ ഡി കറണ്ട് ഫയൽസ്. Here the answer option B, stock files. Next question. To watch the punctual receipt or dispatch of periodical reports and returns, each clerk will maintain a register in Form 11 Appendix 1 is. പീരിയോഡിക്കൽ റിപ്പോർട്ട്സിൻ്റെ പങ്ക്ച്വൽ റെസിപ്റ്റ് ഓർ ഡിസ്പാച്ച് നിരീക്ഷിക്കുന്നതിന് വേണ്ടി സെക്ഷൻ ക്ലർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്റർ ഏതാണെന്നാണ് ചോദ്യം. Here the answer register of periodicals. Next question. The head of the office will make a detailed inspection of the record section in dash every year. വർഷം തോറും ഓഫീസ് ഹെഡുമാർ റെക്കോർഡ് സെക്ഷൻ്റെ ഡീറ്റെയിൽഡ് ഇൻസ്പെക്ഷൻ നടത്തുന്നത് ഏതു മാസത്തിലെന്നാണ് ചോദ്യം. ആൻസർ ഏപ്രിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാനേജർ ഓർ ദ ഹെഡ് മിനിസ്റ്റീരിയൽ ഓഫീസർ വിൽ ഇൻസ്പെക്ട് ദ റെക്കോർഡ് റൂം അറ്റ്ലീസ്റ്റ് വൺസ്. മാനേജറോ ഹെഡ് മിനിസ്റ്റീരിയൽ ഓഫീസറോ ഏറ്റവും കുറഞ്ഞത് എത്ര കാലയളവിലൊരിക്കലാണ് റെക്കോർഡ് റൂം ഇൻസ്പെക്ട് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇൻ 6 months, ഓപ്ഷൻ ബി ഇൻ എ ക്വാർട്ടർ, ഓപ്ഷൻ സി ഇൻ എ ഇയർ ആൻഡ് ഓപ്ഷൻ ഡി ഇൻ എ മന്ത്. ഹിയർ ദ ആൻസർ ഇൻ എ ക്വാർട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാച്ചിങ് ഓഫ് റിട്ടേൺ ഓഫ് റെക്കോർഡ്സ് ഈസ് one of the important duties of the dash. റിട്ടേൺ ഓഫ് റെക്കോർഡ്സിൻ്റെ നിരീക്ഷണം പ്രധാനമായും ആരുടെ ഡ്യൂട്ടി എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫെയർ കോപ്പി സൂപ്രണ്ട്, ഓപ്ഷൻ ബി ദ സെക്ഷൻ സൂപ്രണ്ട്, ഓപ്ഷൻ സി ദ മാനേജർ ആൻഡ് ഓപ്ഷൻ ഡി ദ റെക്കോർഡ് കീപ്പർ. ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി ദ റെക്കോർഡ് കീപ്പർ. Next question. All records issued out of the record section shall be entered in a register in Form 10 Appendix 1 is called. റെക്കോർഡ് സെക്ഷനിൽ നിന്നും ഇഷ്യൂ ചെയ്യുന്ന എല്ലാ റെക്കോർഡുകളും താഴെ തന്നിരിക്കുന്നവയിൽ ഏത് രജിസ്റ്ററിലാണ് എൻ്റർ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സ്റ്റോക്ക് രജിസ്റ്റർ, ഓപ്ഷൻ ബി പീരിയോഡിക്കൽ രജിസ്റ്റർ, ഓപ്ഷൻ സി റെക്കോർഡ് ഇഷ്യൂ രജിസ്റ്റർ ആൻഡ് ഓപ്ഷൻ ഡി ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ. ഹിയർ ദ ആൻസർ ഓപ്ഷൻ സി റെക്കോർഡ് ഇഷ്യൂ രജിസ്റ്റർ.
Next question. Which among the following are the important rules to be followed while supplying records? റെക്കോർഡുകൾ സപ്ലൈ ചെയ്യുമ്പോൾ പിന്തുടരേണ്ട പ്രധാന റൂളുകൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, റെക്കോർഡ് ഷാൾ ബി സപ്ലൈഡ് only on requisition made in the prescribed form. Option B, not more than one record shall be asked for in the same form. Option C, requisition for records shall be signed by clerks. Option D, all the above. ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. സോ ഹിയർ ദ ആൻസർ Option D, all the above. Next question. In an office, who will be in charge of the record section? ഒരു ഓഫീസിൽ റെക്കോർഡ് സെക്ഷൻ്റെ ചാർജ് ആർക്കാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ദ റെക്കോർഡ് കീപ്പർ. ഓപ്ഷൻ ബി ദ മാനേജർ. ഓപ്ഷൻ സി ദ ഫെയർ കോപ്പി സൂപ്രണ്ട് ആൻഡ് ഓപ്ഷൻ ഡി ദ സ്റ്റോർ കീപ്പർ. Answer option A, the record keeper. Next question. For the purpose of maintenance and check of stamp account and dispatch of communication, a register in form number 8 of Appendix 1 shall be used, namely Option A, distribution register. Option B, stock register. Option C, dispatch cum stamp account register, and option D, fair copy register. Here the answer, option C, dispatch cum stamp account register. Next question. Copies of proceedings on disciplinary cases should be signed by dash. അച്ചടക്ക നടപടികൾ സംബന്ധിച്ച പ്രൊസീഡിങ്സ് ആരാണ് ഒപ്പുവെക്കേണ്ടതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ദ ഹെഡ് ഓഫ് ഓഫീസ്. ഓപ്ഷൻ ബി, ഹെഡ് മിനിസ്റ്റീരിയൽ ഓഫീസർ. ഓപ്ഷൻ സി, സെക്ഷൻ സൂപ്രണ്ട് ആൻഡ് ഓപ്ഷൻ ഡി, ഫെയർ കോപ്പി സൂപ്രണ്ട്. ആൻസർ, ദ ഹെഡ് ഓഫ് ഓഫീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫെയർ കോപ്പി സൂപ്രണ്ട് ഈസ് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ഫോർ. ഫെയർ കോപ്പി സൂപ്രണ്ട് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനാണ്? ഓപ്ഷൻ എ, ദ എഫിഷ്യൻറ്റ് വർക്കിംഗ് ഓഫ് ദ സെക്ഷൻ. ഓപ്ഷൻ ബി, prompt dispatch of papers sent to him for issue. Option C, supervision of entries in the fair copy register. മുകളിൽ സൂചിപ്പിച്ച 3 ഓപ്ഷൻസും ഫെയർ കോപ്പി സൂപ്രണ്ടിൻ്റെ ചുമതലയാണ്. സോ ഹിയർ ദ ആൻസർ, all the above. Next question. Official communications intended for the High Court should be addressed to the dash. ഹൈക്കോടതിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസിൽ ആരെയാണ് അഡ്രസ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. Here the answer is option B, registrar. Next question. When the copy of a paper is sent to a subordinate officer for remarks or is communicated to him in original for information or disposal, the disposal take the form of a dash. ഒരു സബോർഡിനേറ്റ് ഓഫീസറിൻ്റെ റിമാർക്കിനായിട്ടോ തീർപ്പ് കൽപ്പിക്കുന്നതിനായിട്ടോ ഒരു പേപ്പർ ഒറിജിനലായി തന്നെ അയച്ചു കൊടുക്കുന്നതിന് എന്തു പറയുമെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, പ്രൊസീഡിങ്സ് ഫോം. ഓപ്ഷൻ ബി, മെമ്മറാണ്ടം ഫോം. ഓപ്ഷൻ സി, ഡെമി ഒഫീഷ്യൽ ഫോം ആൻഡ് ഓപ്ഷൻ ഡി, എൻഡോഴ്സ്മെൻറ്റ് ഫോം. ഹിയർ ദ ആൻസർ, ഓപ്ഷൻ ഡി, എൻഡോഴ്സ്മെൻറ്റ് ഫോം. Next question. The entry in the index relating to an individual paper is called a dash. ഒരു പ്രത്യേക പേപ്പറിനെ സംബന്ധിച്ച് ഇൻഡെക്സിൽ എഴുതി ചേർത്തിരിക്കുന്നതിനെ എന്താണ് പറയുന്നത് എന്നാണ് ചോദ്യം. Here the answer, title. Next question. Disposals are those that are to be destroyed after dash years. എത്ര വർഷങ്ങൾക്ക് ശേഷം നശിപ്പിക്കേണ്ടവയാണ് ഡിസ്പോസൽ എന്നാണ് ചോദ്യം. Here the answer, 10 years. Next question.
R disposals are those that are to be retained permanently, where R stands for. R disposals എന്നത് സ്ഥിരമായി സൂക്ഷിക്കേണ്ടവയാണ്. ഇവിടെ R എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: എ റീറ്റെയിൻ, ബി റിസർവ്, ഓപ്ഷൻ സി ടു റെക്കോർഡ്സ് ആൻഡ് ഓപ്ഷൻ സി റിട്ടേൺഡ്. Here the answer: R stands for retain. Next question: color of the flyleaf which is added at the beginning of the note file is dash. നോട്ട് ഫയലിൻ്റെ ആരംഭത്തിൽ ചേർത്തിരിക്കുന്ന ഫ്ലൈ ലീഫിൻ്റെ കളർ ഏതെന്നാണ് ചോദ്യം. ആൻസർ നമുക്കറിയാം, യെല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹു എമംഗ് ദ ഫോളോവിങ് ഓഫീസേഴ്സ് should see that all currents received in the section are duly registered in the personal register on the very day of their receipt. ഒരു സെക്ഷനിൽ സ്വീകരിക്കുന്ന കറണ്ട് ഫയൽസ് എത്രയും പെട്ടെന്ന് തന്നെ പേഴ്സണൽ രജിസ്റ്ററിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് താഴെ തന്നിരിക്കുന്നവരിൽ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ദ മാനേജർ, ഓപ്ഷൻ ബി ദ സെക്ഷൻ സൂപ്രണ്ട്, ഓപ്ഷൻ സി the fair copy superintendent and option D the head of office. Here the answer: option B the section superintendent. Next question: how many columns are there in the personal register as provided in form number 3 appendix 1? പേഴ്സണൽ രജിസ്റ്ററിലെ കോളങ്ങളുടെ എണ്ണം എത്രയെന്നാണ് ചോദ്യം. Here the answer: 10. Next question: the valuables received as enclosures to communications in the office will be handed over for safe custody to dash. ഒരു ഓഫീസിൽ ലഭിക്കുന്ന വാല്യുബിൾസ് സേഫ് കസ്റ്റഡിക്കായി ആർക്ക് കൈമാറുമെന്നാണ് ചോദ്യം. ആൻസർ: the manager. Next question: which of the following messages is treated as demi-official? താഴെ തന്നിരിക്കുന്ന മെസ്സേജുകളിൽ അർദ്ധ ഔദ്യോഗികമായി ട്രീറ്റ് ചെയ്യുന്നത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫാക്സ് മെസ്സേജ്, ഓപ്ഷൻ ബി ടെലിഫോൺ മെസ്സേജ്, ഓപ്ഷൻ സി ഇമെയിൽ, ഓപ്ഷൻ ഡി ടെലിപ്രിൻ്റർ. ആൻസർ: ഓപ്ഷൻ ബി ടെലിഫോൺ മെസ്സേജ്. Next question: a new personal register is opened for every dash. ഓരോ പേഴ്സണൽ രജിസ്റ്ററും എത്ര കാലാവധിയിലേക്കാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നാണ് ചോദ്യം. Here the answer: every calendar year. The number of entries on each page of the personal register shall ordinarily be. ഒരു പേഴ്സണൽ രജിസ്റ്ററിലെ ഓരോ പേജിലെയും നമ്പർ ഓഫ് എൻട്രീസ് എത്രയെന്നാണ് ചോദ്യം. ആൻസർ നമുക്കറിയാം, 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: as soon as the papers are received in the section, the subject clerk must at once enter them in the dash. ഒരു പേപ്പർ സെക്ഷനിൽ ലഭിച്ചാലുടൻ തന്നെ ബന്ധപ്പെട്ട ക്ലർക്ക് അത് ഏത് രജിസ്റ്ററിൽ എൻ്റർ ചെയ്യണമെന്നാണ് ചോദ്യം. Here the answer: personal register. Next question: a reference issued from office and originating a file will be assigned a number and registered in the same way as any other paper received in the തപാൽ. ഒരു ഫയൽ ഉത്ഭവിക്കുന്ന ഓഫീസിൽ നിന്നും എറേസ് ചെയ്യുന്നത് മറ്റ് ഏതൊരു തപാലിനെയും പോലെ ഓഫീസ് നമ്പർ നൽകുന്നതുമായ റെഫറൻസിനെ എന്തു പേരാണ് പറയുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ക്രോസ് റെഫറൻസ്, ഓപ്ഷൻ ബി എറേസിംഗ് റെഫറൻസ്, ഓപ്ഷൻ സി ഓഫീസ് റെഫറൻസ് ആൻഡ് ഓപ്ഷൻ ഡി ഒറിജിനൽ റെഫറൻസ്. Here the answer is erasing reference. Next question: fair copies
intended for higher authorities are signed by dash. ഹയർ അതോറിറ്റീസിനുള്ള പേപ്പറുകൾ ആരാണ് സൈൻ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. Here the answer, the head of the office. Next question. All communications received in the office which are official or demi-official are until numbering known as dash. ഒരു ഓഫീസിൽ ലഭിക്കുന്ന ഔദ്യോഗികമോ അർദ്ധ ഔദ്യോഗികമോ ആയ കമ്മ്യൂണിക്കേഷൻസ് ഓഫീസ് നമ്പർ ഇടുന്നതുവരെ എന്തു പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദ്യം. Here the answer, തപാൽ. Next question. The process of attaching to the top of purpose put up for reference in a case slips printed with letters of the alphabet or Arabic or Roman numerals. ഒരു കേസിൽ റെഫറൻസിനായി പുട്ടപ്പ് ചെയ്തിരിക്കുന്ന പേപ്പറുകളിൽ അക്ഷരമാലയിലെ അക്ഷരങ്ങളിലോ അറബിക് നമ്പറിലോ റോമൻ ന്യൂമറൽസിലോ അച്ചടിച്ച തുണ്ടുകൾ വയ്ക്കുന്നതിനെ എന്തു പറയുമെന്നാണ് ചോദ്യം. Here the options are option A referencing, option B indexing, option C noting and option D flagging. Here the answer, flagging. Next question. The statement of the final decision of the head of the office on any matter submitted for information or orders is dash. അറിവിനോ ഉത്തരവുകൾക്കോ ആയി സമർപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും കേസിൽ ഓഫീസ് ഹെഡിൻ്റെ ഫൈനൽ ഡിസിഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ എന്താണ് പറയുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കറസ്പോണ്ടൻസ്, ഓപ്ഷൻ ബി ഡിസ്പോസൽ, ഓപ്ഷൻ സി പ്രൊസീഡിങ്സ് ആൻഡ് ഓപ്ഷൻ ഡി റൂളിംഗ്. Here the answer, disposal. Next question. The preparation of any communication which it is proposed to issue, അതായത് ഇഷ്യൂ ചെയ്യുന്നതിനായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം തയ്യാറാക്കുന്നതിനെ എന്തു പറയുമെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നോട്ടിംഗ്, ഓപ്ഷൻ ബി റെഫറൻസിംഗ്, ഓപ്ഷൻ സി ഇൻഡെക്സിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ഡ്രാഫ്റ്റിംഗ്. Here the answer, drafting. Next question. A communication or a statement or a plan, sketch or other documents which is attached to or accompanies another communication to supplement or elucidate the point, intention or orders conveyed in the letter is called. ഒരു കമ്മ്യൂണിക്കേഷനിലെ പോയിന്റുകൾക്കോ ഉദ്ദേശങ്ങൾക്കോ ഓർഡറുകൾക്കോ സപ്ലിമെൻ്റായോ വിശദീകരണമായോ വേറൊരു കമ്മ്യൂണിക്കേഷനൊപ്പം ചേർത്ത് അയക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയോ പ്ലാനിനെയോ എന്താണ് പറയുന്നതെന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ നമുക്കറിയാം, എൻക്ലോഷർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Peons will be under the immediate control of dash. പ്യൂൺ അഥവാ ഓഫീസ് അസിസ്റ്റൻസ് ആരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണെന്നാണ് ചോദ്യം. Here the answer, section superint. Next question. In office, a case consists of dash. ഒരു കേസ് എന്നതിൽ ഏതെല്ലാം ഉൾപ്പെടുമെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കറണ്ട് ഫയൽ, ഓപ്ഷൻ ബി നോട്ട് ഫയൽ, ഓപ്ഷൻ സി പ്രീവിയസ് പേപ്പേഴ്സ് ആൻഡ് ബുക്സ് പുട്ട് അപ്പ് ഫോർ റെഫറൻസ് ആൻഡ് ഓപ്ഷൻ ഡി ആൾ ദ എബോവ്. ഇവിടെ ആദ്യത്തെ 3 ഓപ്ഷൻസും ചേർന്നതാണ് ഒരു കേസ് എന്ന് പറയുന്നത്. സോ ഹിയർ ദ ആൻസർ, ഓപ്ഷൻ ഡി ആൾ ദ എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When government officers correspond with each other or with any member of the public on administrative or official matters,
without the formality of official procedure and with a view to the interchange or communication of opinion or information which it may be considered undesirable to place on official record, the form of correspondence adopted is dash. ഏതെങ്കിലും ഓഫീസറെയോ അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ ആരെയെങ്കിലുമോ സംബോധന ചെയ്യേണ്ടി വരുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻസ് ഔദ്യോഗിക രേഖകളിലാക്കുന്നത് ആശാസ്യമല്ലെന്ന് കരുതുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ആളിൻ്റെ വ്യക്തിപരമായ ശ്രദ്ധ ഉണ്ടാകുന്നതിന് വേണ്ടി ഔദ്യോഗിക നടപടിക്രമങ്ങളില്ലാതെ അയക്കുന്ന കമ്മ്യൂണിക്കേഷനെ എന്തു പറയുമെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അൺഒഫീഷ്യൽ, ഓപ്ഷൻ ബി ഡെമി ഒഫീഷ്യൽ, ഓപ്ഷൻ സി ലെറ്റർ ആൻഡ് ഓപ്ഷൻ ഡി എൻഡോസ്മെൻറ്റ്. Here the answer, demi-official. Next question. The day shall make arrangements for the maintenance, accounting and security of registers. രജിസ്റ്ററുകളുടെ മെയിൻ്റനൻസ്, അക്കൗണ്ടിംഗ്, സെക്യൂരിറ്റി ഇവ ഉറപ്പുവരുത്തുന്നതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യേണ്ടത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സെക്ഷൻ സൂപ്രണ്ട്, ഓപ്ഷൻ ബി ഓഫീസ് സൂപ്രണ്ട്, ഓപ്ഷൻ സി ഫെയർ കോപ്പി സൂപ്രണ്ട് ആൻഡ് ഓപ്ഷൻ ഡി ദ ഹെഡ് ഓഫ് ദ ഓഫീസ്. Here the answer, the head of the office. Next question. Specify the color of the flyleaf added to the current file at the beginning. കറണ്ട് ഫയലിൽ ഉപയോഗിക്കുന്ന ഫ്ലൈ ലീഫിൻ്റെ നിറം എന്താണെന്നാണ് ചോദ്യം. നമുക്കറിയാം ആൻസർ ബ്ലൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who should set an example to others by themselves attending the office punctually? കൃത്യമായി ഓഫീസിൽ അറ്റൻഡ് ചെയ്ത് മറ്റുള്ളവർക്ക് മാതൃക കാട്ടേണ്ടത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സെക്ഷൻ സൂപ്രണ്ട്, ഓപ്ഷൻ ബി ഹെഡ് ഓഫ് ഓഫീസ്, ഓപ്ഷൻ സി മാനേജർ ആൻഡ് ഓപ്ഷൻ ഡി ഓഫീസ് സൂപ്രണ്ട്. Here the answer, option A section superintendent. Next question. The R, D, L and N disposals are indexed in duplicate by the dash who makes necessary entries and closes the current in the personal register. Option A Tabal clerk, option B dispatch clerk, option C the clerk concerned and option D ഓഫീസ് സൂപ്രണ്ട്. പേഴ്സണൽ രജിസ്റ്ററിൻ്റെ ബന്ധപ്പെട്ട കോളങ്ങളിൽ ആവശ്യമായ എൻട്രീസ് വരുത്തുകയും ഫയൽ ക്ലോസ് ചെയ്യുകയും ചെയ്ത ശേഷം ഡിസ്പോസലിൻ്റെ സ്വഭാവം അനുസരിച്ച് അവയെ തരംതിരിച്ച് ഡ്യൂപ്ലിക്കേറ്റായി ഇൻഡെക്സ് സ്ലിപ്പ് തയ്യാറാക്കേണ്ടത് ആരെന്നാണ് ചോദ്യം. ഹിയർ ദ ആൻസർ, ഓപ്ഷൻ സി ദ ക്ലർക്ക് കൺസേൺഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which method should be used if an order deals with more than one subject which falls under more than one head? ഒരു ഓർഡർ ഒന്നിലധികം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കുകയും അവ ഒന്നിലധികം ഹെഡുകൾക്ക് കീഴിൽ വരികയും ചെയ്യുമ്പോൾ അവയെ ബന്ധപ്പെടുത്താനുള്ള മാർഗം എന്തെന്നാണ് ചോദ്യം. Here the options are referencing, cross reference, indexing and chaining. ആൻസർ നമുക്കറിയാം, ക്രോസ് റെഫറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ റൈറ്റിംഗ് ആൻ ഇൻഡെക്സ് ടൈറ്റിൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സെലക്ട് ദ സ്യൂട്ടബിൾ ഡാഷ് വിച്ച് മസ്റ്റ് ബി എ വേർഡ് ദാറ്റ് വിൽ നാച്ചുറലി ഒക്കർ ടു എനിവൺ ഹൂ വാണ്ട്സ് ദ പേപ്പർ. ഒരു പ്രത്യേക വിഷയത്തിലുള്ള ഉത്തരവുകൾ തിരയുന്ന ഒരാളിനെ അവ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ തക്ക തരത്തിൽ തയ്യാറാക്കേണ്ടത് എന്താണെന്നാണ് ചോദ്യം. Here the answer, head. Next question. While classifying purpose for indexing, personal papers relating to officials should be indexed under dash concerned. ഇൻഡെക്സിങ്ങിനായി പേപ്പറുകൾ തരംതിരിക്കുമ്പോൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ എങ്ങനെയാണ് ഇൻഡെക്സ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നെയിം ഓഫ് ദ ഓഫീസർ,
Option B, name of the sender. Option C, name of the office. And option D, name of the head of office. So here the answer, under the name of the officer. Next question. If an order filed in a stock file is superseded by another, or when an order becomes obsolete, who is responsible to see that such orders are removed from the stock file and placed in the record file? സ്റ്റോക്ക് ഫയലിൽ ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഉത്തരവ് മറ്റൊരു ഉത്തരവിനാൽ അസാധുവാക്കപ്പെടുകയോ അല്ലെങ്കിൽ ഒരു ഉത്തരവ് കാലഹരണപ്പെടുകയോ ചെയ്യുമ്പോൾ അതിനെ സ്റ്റോക്ക് ഫയലിൽ നിന്നും നീക്കി റെക്കോർഡ് ഫയലിൽ പ്ലേസ് ചെയ്തുവെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് എന്നാണ് ചോദ്യം. ഹിയർ ദ ആൻസർ, സെക്ഷൻ സൂപ്രണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The details of money, check and other valuables received as enclosures to communications will be entered in the dash. ഒരു ഓഫീസിൽ ലഭിക്കുന്ന മണി, ചെക്ക്, മറ്റ് വിലപിടിപ്പുള്ളവ എന്നിവയെല്ലാം ഏതു രജിസ്റ്ററിലാണ് എൻ്റർ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: സെക്യൂരിറ്റി രജിസ്റ്റർ, ഓപ്ഷൻ ബി ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ, ഓപ്ഷൻ സി സ്റ്റോക്ക് രജിസ്റ്റർ ആൻഡ് ഓപ്ഷൻ ഡി പേഴ്സണൽ രജിസ്റ്റർ. ആൻസർ ഓപ്ഷൻ എ, സെക്യൂരിറ്റി രജിസ്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Copies of official communications addressed to government officers should not be sent to non-officials. They should be addressed by ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യുന്ന ഒഫീഷ്യൽ ലെറ്റേഴ്സ് നോൺ ഒഫീഷ്യൽസിന് അയക്കാൻ പാടില്ല. പകരം നോൺ ഒഫീഷ്യൽസിനെ അഡ്രസ് ചെയ്യുന്നത് എന്തുപയോഗിച്ചാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഡെമി ഒഫീഷ്യൽ ലെറ്റർ, ഓപ്ഷൻ ബി മെമ്മോറാണ്ടം, ഓപ്ഷൻ സി ലെറ്റർ ആൻഡ് ഓപ്ഷൻ ഡി പ്രൊസീഡിങ്സ്. ഹിയർ ദ ആൻസർ, ഓപ്ഷൻ സി ലെറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In an office, who is expected to open the envelopes addressed by name and those marked secret or strictly confidential? ഉദ്യോഗസ്ഥരുടെ പേര് വച്ചിട്ടുള്ളതും സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ എന്നോ സീക്രട്ട് എന്നോ മാർക്ക് ചെയ്തിട്ടുള്ളതുമായ കവറുകൾ ആരാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ആൻസർ നമുക്കറിയാം, ദ അഡ്രസ്സി. Next question. When a current file is closed, the nature of the disposal, R disposal, D disposal, etc. and the date will be entered in red ink in dash of the personal register. ഒരു കറണ്ട് ഫയൽ ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡേറ്റ്, നാച്ചർ ഓഫ് ഡിസ്പോസൽ എന്നിവ പേഴ്സണൽ രജിസ്റ്ററിൻ്റെ ഏത് കോളത്തിലാണ് എൻ്റർ ചെയ്യുന്നതെന്നാണ് ചോദ്യം. Answer, last column. Next question. Communications etc. intended for the officers living in the headquarters will be delivered through. ഓഫീസർമാർക്കുള്ള കമ്മ്യൂണിക്കേഷൻസ് അവരുടെ താമസ സ്ഥലത്ത് എത്തിക്കുന്നത് ഏതു മുഖേനയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഡെസ്പാച്ച് രജിസ്റ്റർ, ഓപ്ഷൻ ബി, തപാൽ ബുക്ക്, ഓപ്ഷൻ സി, ലോക്കൽ ഡെലിവറി ബുക്ക് ആൻഡ് ഓപ്ഷൻ ഡി, ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ. ആൻസർ ഓപ്ഷൻ സി, ലോക്കൽ ഡെലിവറി ബുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The process of filing the slips in the record room in one combined index for the whole office is known as. ഒരു ഓഫീസിന് മുഴുവനുമായിട്ട് കമ്പൈൻഡ് ഇൻഡെക്സായി സ്ലിപ്പുകൾ ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നതിനെ എന്തെന്നറിയപ്പെടുമെന്നാണ് ചോദ്യം. ഹിയർ ദ ആൻസർ, ഫയലിംഗ് ഓഫ് ഇൻഡെക്സ് സ്ലിപ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Cross reference of disposals in the inside of the jackets of all the bag number file is known as.
ബാക്ക് ഫയലിൻ്റെ ജാക്കറ്റിൻ്റെ അകവശത്ത് റെഫറൻസ് നമ്പർ സൂചിപ്പിച്ച് ക്രോസ് റെഫറൻസിംഗ് മുഖേന ഫയലുകളെ ബന്ധിപ്പിക്കുന്ന രീതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ചെയിനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The office copy of the draft and enclosure are to be added to the dash. ഡ്രാഫ്റ്റിൻ്റെയും അതിൻ്റെ എൻക്ലോഷറിൻ്റെയും ഓഫീസ് കോപ്പി ഏതിനോടൊപ്പമാണ് ചേർത്ത് വയ്ക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നോട്ട് ഫയൽ, ഓപ്ഷൻ ബി കറണ്ട് ഫയൽ, ഓപ്ഷൻ സി സ്റ്റോക്ക് ഫയൽ ആൻഡ് ഓപ്ഷൻ ഡി ഡിസ്പോസൽ ഫയൽ. ആൻസർ ഓപ്ഷൻ ബി കറണ്ട് ഫയൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Casual leave of ministerial staff is sanctioned by the dash. മിനിസ്റ്റീരിയൽ സ്റ്റാഫിൻ്റെ കാഷ്വൽ ലീവ് ആരാണ് സാങ്ഷൻ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ആൻസർ സെക്ഷൻ സൂപ്രണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Important instructions of a standing nature to be uniformly followed by various authorities are communicated in the form of a dash. വിവിധ അധികാരികൾക്ക് ഒരേപോലെ ഫോളോ ചെയ്യുന്നതിനായിട്ടുള്ള പ്രധാന നിർദ്ദേശങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഏതു ഫോം ഓഫ് കറസ്പോണ്ടൻസ് മുഖേനയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സർക്കുലർ, ഓപ്ഷൻ ബി മെമ്മോറാണ്ടം, ഓപ്ഷൻ സി ലെറ്റർ ആൻഡ് ഓപ്ഷൻ ഡി പ്രൊസീഡിങ്സ്. Here the answer option A circular. Next question. General ruling which arises from a particular case should be communicated to option A the government, option B the general public, option C all departments and option D all of whom it may concern. ഒരു പ്രത്യേക കേസ് സംബന്ധിച്ച ജനറൽ റൂളിംഗ് ആർക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി ആൾ ഓഫ് ഹൂം ഇറ്റ് മേ കൺസേൺ. അതായത് ബന്ധപ്പെട്ട എല്ലാ പാർട്ടികൾക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെറ്റീഷൻസ് ഫ്രം private parties and elected members should be immediately dash. സ്വകാര്യ വ്യക്തികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിൽ നിന്നും ലഭിക്കുന്ന ഹർജികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ചാണ് ചോദ്യം. ഓപ്ഷൻ എ ഗ്രാൻഡഡ്, ഓപ്ഷൻ ബി റിജക്റ്റഡ്, ഓപ്ഷൻ സി അക്നോളജ്ഡ്, ഓപ്ഷൻ ഡി accepted. Here the answer is acknowledged. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിലെ മിക്ക ക്വസ്റ്റ്യൻസും അതത് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതുകൊണ്ടാണ് വേഗത്തിൽ പറഞ്ഞു പോയത്. എങ്കിലും ഒരു അവസാന വട്ട തയ്യാറെടുപ്പിന് നിങ്ങൾക്കിത് ഉപകാരപ്രദമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ പേർക്കും വിജയാശംസകൾ നേരുന്നു. Thank you.